സമ്മേളനം നടത്തുമ്പോൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അർത്ഥസത്യങ്ങളെയും അസത്യങ്ങളെയും സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇതിനെ പറയുന്നത് അശ്വത്ഥമാഹത കുഞ്ചര സിൻഡ്രോം എന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പാതി നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന ഒരു ഭാഗം അതിൽ നിന്ന് എടുക്കും, അസത്യത്തിന്റെ ഒരു ഭാഗം അവിടെ മറച്ചു വയ്ക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ചെങ്ങന്നൂരിൽ പമ്പ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം പിന്നീട് വിവാദമായി. എന്തായിരുന്നു വിവാദമാവാൻ കാരണം? അമ്മമാർക്കറിയാവുന്ന പാചകവിധി മക്കളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ആ പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നീട് തൊട്ടടുത്ത വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മമാര്, എൻ്റെ അമ്മ നല്ല പോലെ പാചകം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ പാചകവിധി മക്കൾക്ക് കൈമാറുക എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എവിടെയാ തെറ്റ്? ഈ ചോദ്യം ചോദിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിത്, ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ശരിയാണ് എന്നാണ് തോന്നുക. അയ്യോ, വി ഡി സതീശൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയുടെ പാചക രുചി മക്കൾക്ക് കൊടുക്കണം, അതിന് ആൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല, പെൺമക്കളെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പമ്പ സാഹിത്യോത്സവത്തിൽ പറഞ്ഞത് വി ഡി സതീശൻ? വി ഡി സതീശൻ പറഞ്ഞ വാചകം എന്താ? അമ്മമാരുടെ കയ്യിലുള്ള പാചകവിധികൾ, അമ്മമാരോട് എനിക്കൊരു പരാതിയുണ്ട്, ആ പാചകവിധികൾ മക്കൾക്കോ, അത് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ടുണ്ട്, മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞതാണ് വിവാദമായത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഭാഗം ഭംഗ്യന്തരേണ മറച്ചു വെച്ചു. ആദ്യത്തെ ഭാഗം മക്കൾ എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്തു, മകന്റെ ഭാര്യ എന്നുള്ള ഭാഗം അവിടെ നിന്ന് മറച്ചു വെച്ചു. ഇതാണ് അശ്വത്ഥാമ ഹത കുഞ്ചര സിൻഡ്രോം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, വി ഡി സതീശനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്താ സമ്മേളനങ്ങളും ഈ അശ്വത്ഥാമ ഹത കുഞ്ചര സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആണ് കാണാൻ കഴിയുക. ഇന്നും സംഭവിച്ചത് അത് തന്നെയാണ്. അത് ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മളുടെ ഒരു ജോലിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ. അത് പ്രത്യേകിച്ച് ദുരന്തമുഖത്ത് ഇങ്ങനെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും സംസാരിക്കേണ്ടിയിരുന്നത്, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനവും ഇതേപോലൊരു സാഹചര്യം വന്നാൽ കേരളം മെച്ചപ്പെട്ട ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തോട് കളവ് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പ്രചരിക്കുന്നത്. എന്താണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഞാൻ 1, 2, 3, 4 ആയിട്ട് ഒരു 4 പോയിന്റ് പറയാം. ഒന്ന്, ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നു, ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്? ഞാൻ 2023 ഓഗസ്റ്റ് മാസം 31-ാം തീയതി അദ്ദേഹത്തിന്റെ ബൈറ്റ് കേൾക്കുകയായിരുന്നു. ആ ബൈറ്റിൽ വളരെ കൃത്യമായി പറയുന്നു, 2023 ഓഗസ്റ്റ് 31-ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനം ധൂർത്തെന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്ന് പറയുന്നുണ്ട്. 2023 ഓഗസ്റ്റ് മാസം 31-ാം തീയതി. അപ്പോൾ പിന്നെ ഇന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ വന്ന് ഞാൻ ഹെലികോപ്റ്ററിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഈ വീഡിയോ അവൈലബിൾ ആണ്, നമ്മളുടെ ലൈബ്രറിയിലും അതുണ്ട്. രണ്ടാമത്തത്, ഒരു മുന്നറിയിപ്പും ഞങ്ങൾക്ക് കിട്ടാതെയാണ്, ഒരു മിന്നൽ പ്രളയമല്ലേ എന്നാണ് പറയുക വി ഡി സതീശൻ. മിന്നൽ പ്രളയമാകുമ്പോൾ മുന്നറിയിപ്പ് കിട്ടും, അനൗൺസ്മെന്റിന് പോലും അറിയിപ്പ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ IMDയുടെ വെബ്സൈറ്റിൽ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിരിക്കുന്ന പ്രസ് റിലീസ് ഉണ്ട്. ആ പ്രസ് റിലീസ് വന്നിരിക്കുന്നത് 31/7/2026, അതായത് 1-ാം തീയതി ഈ രാത്രിയിൽ, 31-ാം തീയതി രാത്രിയിൽ നടക്കാൻ പോകുന്ന വലിയ മഴയെക്കുറിച്ച് 31/7/2026 3 മണിക്ക് തന്നെ കൃത്യമായി ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചും 1-ാം തീയതിയും 2-ാം തീയതിയുമുള്ള അലേർട്ടിനെ കുറിച്ചും ചിത്രസഹിതം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത, ഗതാഗത തടസ്സം എന്നു തുടങ്ങി ഈ ഓറഞ്ച് അലർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും